ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ തിരുനാൾ തിരുസഭ ആഘോഷിക്കുകയാണ്. ജന്മം തന്ന അമ്മയെ നാം ഒരിക്കലും മറക്കാറില്ല. ഉദരത്തിൽ രൂപം കൊണ്ട നിമിഷം മുതൽ അമ്മ നമുക്കായി ഒരുക്കിത്തന്ന സംരക്ഷണ വലയം എത്രയോ വലുതാണ്. അമ്മയുടെ മാംസത്തിൻ്റെ മാംസവും രക്തത്തിൻ്റെ രക്തവും ജീവൻ്റെ ജീവനുമാണ് മക്കളായ നാം ഓരോരുത്തരും. നമ്മുടെ അമ്മ നമുക്ക് സമ്മാനമായി നൽകിയതാണ് ഈ ലോകം. നമ്മുടെ അമ്മ നമുക്ക് സമ്മാനമായി നൽകിയതാണ് ഈ സുന്ദരമായ ജീവിതവും ഈ കാഴ്ചകളൊക്കെയും. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഇതാ നിന്റെ അമ്മ എന്ന് താൻ സ്നേഹിച്ച ശിഷ്യനോട് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞ ആ നിമിഷം മുതൽ മറിയം നമ്മുടെ അമ്മയായി, തിരുസഭയുടെ അമ്മയായി, മാനവകുലത്തിൻ്റെ മുഴുവൻ അമ്മയായി. നാം അമ്മയുടെ മക്കളും. അന്നു മുതൽ ഇന്നുവരെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലും ഹൃദയത്തിലുമാണ് നാം എപ്പോഴും സൂക്ഷിക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതും. ഒരിക്കലും വേർപിരിയാനാവാത്ത വിധം സുദൃഢമായ മാതൃബന്ധം. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ജപമാല ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ്. ചില തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിനായി വിശുദ്ധ ഡൊമിനിക്കിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ജപമാല നൽകി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതിനു മുമ്പേ തന്നെ മരിയഭക്തി ലോകം മുഴുവൻ ശക്തമായി നിറഞ്ഞു നിന്നിരുന്നു. ലോകവും വ്യക്തികളും എപ്പോഴെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സ്നേഹം ലോകത്തിനു മേൽ ധാരാളമായി ചൊരിഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ചുറ്റും സംഘർഷങ്ങളും ദുരന്തങ്ങളും മഹാമാരികളും നമ്മെ വലയം ചെയ്തു കഴിഞ്ഞു. ഇന്നും നമുക്ക് ഈ അമ്മയെ ആവശ്യമുണ്ട്. ലോകത്തിലുടനീളം കനിവിൻ്റെ തൈലം പൂശുന്ന ഒരമ്മ, കാരുണ്യത്തിൻ്റെ കുളിർമഴ പെയ്യിക്കുന്ന ഒരമ്മ, നമ്മയെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരമ്മ. ആ അമ്മയുടെ ചാരി നമുക്ക് ചേർന്നിരിക്കാം. ജപമാല നമുക്ക് കരുത്ത് നൽകട്ടെ. നമ്മുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും സഹനങ്ങളിലും ജപമാലയുടെ ദിവ്യരഹസ്യങ്ങളെ ആഴത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ കൂടുതൽ പ്രഭയുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അമ്മയോടൊപ്പം ഈശോയുമായി ആഴമേറിയ സ്നേഹബന്ധത്തിലേക്കും ആത്മബന്ധത്തിലേക്കും നമുക്ക് വളരുവാൻ ശ്രമിക്കാം. ആരുടെ ഭവനങ്ങളിലാണ് കാവലായി അമ്മയുള്ളത്? ആരുടെ ഭവനങ്ങളിലാണ് പ്രാർത്ഥനയായി അമ്മയുള്ളത്? ആരുടെ വീടുകളിലാണ് അമ്മയോടൊപ്പം ഒന്നു ചേർന്ന് ജപമാല ചൊല്ലുന്നത്? ആ കുടുംബങ്ങൾ സ്വർഗമാണ്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോയോടൊപ്പമുള്ള ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ടീച്ചർ.